നമസ്കാരം. ഇന്ത്യയിൽ ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിനായ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും ആസാമിലെ ദിബ്രുഗഡിലേക്ക് പോകുന്ന വിവേക് എക്സ്പ്രസിന്റെ മൂന്നാമത്തെ ഭാഗമാണിത്. അതുപോലെ തന്നെ ട്രെയിനിലെ ഞങ്ങളുടെ 4ാമത്തെ ദിവസമാണ്. ട്രെയിൻ ഇപ്പോൾ 2 മണിക്കൂർ ഡിലേ ആയി അസാമിലെ ന്യൂ ബംഗൈഗാവ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം രാവിലെ 6:49. ഇവിടെ 5 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് 3rd AC B4 ആണ്. ഈ കാണുന്ന കോച്ച് കന്യാകുമാരി ദിബ്രുഗഡ് ട്രെയിൻ നമ്പർ 22503. ഇപ്പം 2017 മേഡ് കോച്ചാണിത്. ചെറിയൊരു വളവിലാണ് ഈ സ്റ്റേഷൻ ഉള്ളത്. കണ്ട, ഇവിടെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പണിയെടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ 3rd AC നമ്മുടെ കോച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ ഇറങ്ങി. ഗുവാഹട്ടിയിലും ഒരുപാട് പേര് ഇറങ്ങും. ന്യൂ ബംഗൈഗാവ് നിന്ന് ഗുവാഹത്തിയിലേക്ക് മറ്റൊരു വഴി കൂടി നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മുടെ സിൽച്ചറിലേക്ക് പോകുന്ന അർണോയ് എക്സ്പ്രസ് ഒക്കെ റംഗിയ ജംഗ്ഷൻ വഴിയാണ് ഗുവാഹട്ടിയിലേക്ക് ഇവിടുന്ന് പോകുന്നത്. നമ്മുടെ വണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ ഗോൾപാറ ടൗൺ വഴിയാണ് ഗുവാഹട്ടിക്ക് പോകുന്നത്. അതായത് ആ റൂട്ടിനെക്കാട്ടിയും 25 കിലോമീറ്റർ കൂടുതലാണ് ഗോൾപാറ വഴിയുള്ള ഈ ഒരു റൂട്ടിൽ വരുന്ന ദൂരം. ഈ വഴി പോകുമ്പോൾ തന്നെ നമുക്ക് ബ്രഹ്മപുത്ര നദിയൊക്കെ ക്രോസ് ചെയ്യാനുണ്ട്. ട്രെയിൻ ഇതാ ന്യൂ ബംഗൈഗാവ് സ്റ്റേഷൻ എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം കുറേ നാൾ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിൽ തന്നെ ആയിരിക്കും. NFR ഇത് 1ാം നമ്പർ പ്ലാറ്റ്ഫോം ആയിരുന്നു. ന്യൂ ബംഗൈഗാവ്. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ഡീസലാണ്. ന്യൂ ജൽപൈഗുഡിയിൽ നിന്നാണ് അത് മാറ്റിയത്. കാരണം ന്യൂ ജൽപൈഗുഡി വരെ ഇലക്ട്രിക് ആയിരുന്നു. വലിയൊരു വളവാണ്. മുന്നിലേതാ ഒരുപാട് മലനിരകൾ. ഇപ്പം മുൻഭാഗത്താണ് സ്ലീപ്പർ ക്ലാസ്സുകൾ മുഴുവനുണ്ട്. മൂന്നാമത്തെ ദിവസത്തെ രാവിലത്തെ പല്ലുതേപ്പാണ്. ഈ ഭാഗത്തെ ടോയ്ലറ്റിലേക്കൊക്കെ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും ശോകമായിട്ടാണ് ഉള്ളത്. എല്ലാം ബ്ലോക്കാണ്. പിന്നെ ഇവിടെയൊക്കെ പിന്നെയും കുഴപ്പമില്ല. ഇന്നലേക്ക് ഈ വാഷ് ഏരിയ ഒക്കെ ബ്ലോക്കായിരുന്നു. അത് റെഡിയാക്കി. ബ്രഹ്മപുത്ര മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 6-7 മിനിറ്റ് എങ്കിലും എന്തായാലും ഉണ്ടാവും. നമുക്ക് നോക്കാം. പകുതി പോലും ആയിട്ടില്ല ഇപ്പോൾ. ഏകദേശം കഴിയാനായി. ഈ ഭാഗത്ത് ബോട്ടുകളൊക്കെ ഉണ്ട്. മണലാണ്.
മുകളിലൂടെ റോഡ് കൂടി ഉണ്ടായിരുന്നു. ട്രെയിൻ ഇപ്പോൾ ഗോൽപ്പാറ ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപിറ്റൽ എക്സ്പ്രസ്. കാമാഖ്യ എന്ന് രാജേന്ദ്ര നഗറിലേക്ക് പോകുന്ന ട്രെയിനാണിത്. നമ്മൾ നേരത്തെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള ഒരു പാലത്തിലൂടെ വന്നില്ലേ? ആ പാലത്തിന്റെ പേര് നരനാരായണ സേതു എന്നാണ്. അതിന്റെ ആകെ നീളം വരുന്നത് 2.28 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ റംഗിയ ജംഗ്ഷൻ വഴി നമ്മൾ വരികയാണെങ്കിൽ കാണുന്ന ഒരു പാലം എന്ന് പറഞ്ഞാൽ സറൈഘട്ടാണ്. അതിന് 1.49 കിലോമീറ്റർ ആണ് നീളം വരുന്നത്. അതിനെക്കാട്ടും വലിയ എന്താ പറയുക നീളമുള്ള പാലത്തിലൂടെ തന്നെയാണ് നമ്മളിപ്പോൾ വന്നത്. ഈ ആസാമിലെ കൂടെ നമ്മുടെ ബ്രഹ്മപുത്രക്ക് ഒഴുകുന്ന സമയത്ത് പല സ്ഥലങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് വീതി വരുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ മറ്റടുത്തും ഇതും രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്തും നമ്മൾ ദിബ്രുഗഡിന്റെ അപ്പുറത്ത് ബോഗിബിൽ എന്ന് പറഞ്ഞ വലിയ വേറൊരു പാലമുണ്ട്. അവിടെയൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ഈ ബ്രഹ്മപുത്രന്റെ വീതി വരുന്നത് ഏകദേശം ഒരു 5 കിലോമീറ്ററിന് അടുത്തൊക്കെ വരുന്നുണ്ട്. ടിപ്പോർ ലേക്കാണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. ഗുവാഹത്തി എത്താനായി ഒരു 20 കിലോമീറ്റർ കൂടിയുണ്ട്. നല്ല വെള്ളമുണ്ട് കേട്ടോ. ഒരുപാട് ഭാഗങ്ങളിലായി ഈ ലേക്ക് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അങ്ങ് ആ ഭാഗം വരെയാണ് അതുള്ളത്. ലേക്ക് ഇപ്പോൾ വളരെ അടുത്തായി. ഇതുവഴി ഒരു റോഡ് കൂടിയുണ്ട്. വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് ലേക്കിനെ നോക്കിയിരിക്കാൻ നല്ല രസമല്ലേ? നല്ല തണലും ഉണ്ട് ഇവിടെ തന്നെ. ട്രെയിനിനെ മുഴുവനായിട്ട് നമുക്ക് കാണാം. ഇപ്പൊ കാമാഖ്യയിലെത്തി. അരോണായി എക്സ്പ്രസ് ഒക്കെ വരുന്നത് ഈ വഴിയാണ്, സറൈഘട്ട് ബ്രിഡ്ജ് വഴി, അതായത് റംഗിയ. അങ്ങനെ കാമാഖ്യ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുവാഹത്തിൻ്റെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷനാണ് കാമാഖ്യ. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ കാമാഖ്യ ക്ഷേത്രം ഇവിടെയാണ്. നിലാചൽ മലനിരകളിലാണ് ആ ക്ഷേത്രം ഉള്ളത്. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ദൂരമുണ്ട്. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷെയർ വണ്ടിയും ബസ്സൊക്കെ കിട്ടും. ഈ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പില്ല. കാമാഖ്യയിൽ ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങി. ഈ മലനിരകളിലാണ് ക്ഷേത്രം. ഇവിടെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലുള്ള ചെറിയ ബാറ്ററി വണ്ടികളില്ലേ, അത് ഇഷ്ടം പോലെ ഉണ്ട്. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ എത്താനായി. ഇതുവഴിയൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ട്, ഞങ്ങൾ അന്ന് ഗുവാഹട്ടി വന്ന സമയത്ത്. ഇതൊരു മാർക്കറ്റാണ്, പൾട്ടൻ ബസാറാണിത്. 10:30 ട്രെയിൻ ഇതാ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുവാഹത്തി
സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 4. ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ 15 മിനിറ്റാണ് വിവേക് എക്സ്പ്രസിന് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ തൊട്ടിവിടെ ആയിട്ട് റെയിൽ നീറിൻ്റെ ഒരു കൂട്ടം ബോട്ടിലുകൾ കണ്ട 10:34. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, അതിൻ്റെ റേക്ക് ഷെയറിങ് കണ്ട ഏതെല്ലാം ഭാഗത്തേക്കുണ്ട്. കാണുമ്പോൾ തന്നെ തലയിറങ്ങുക. ഈ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നവരുണ്ടല്ലോ, ശരിക്കും കണ്ടാൽ ഇതൊന്ന് വേർക്കും. കാരണം ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാനാ. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹത്തി. അതുപോലെ തന്നെ ആസാമിന്റെ തലസ്ഥാനമായ ദിസ്പൂര് ഇവിടെ തൊട്ടടുത്താണ്. അതായത് 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ ടോട്ടൽ 7 പ്ലാറ്റ്ഫോംസാണ് ഉള്ളത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചിലപ്പോൾ കിട്ടണമെന്നൊന്നുമില്ല. നേരെ ഇവിടെ ഏഴാമത്തെ പുറകെന്ന് വെച്ചാൽ പൾട്ടൺ ബസാർ, തിരക്കേറിയ ഒരു സ്ഥലമാണ്. ബസ് സ്റ്റാൻഡും എല്ലാം വരുന്ന അവിടെയാണ്. അതായത് ഗുവാഹട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂം സൗകര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഭാഗത്തേക്ക്. ഞങ്ങൾ ഗുവാഹട്ടി വന്ന സമയത്ത് റൂം എടുത്തത് ഈ പൾട്ടൺ ബസാറിൻ്റെ ഭാഗത്താണ്. അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേഘാലയയിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് മേഘാലയയുടെ ക്യാപിറ്റലായ ഷില്ലോങ്ങിലേക്ക് 90 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പം ഈ പറഞ്ഞ ഷെയർ വണ്ടികളും തിരിച്ചു പോകുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ ട്രെയിനിൽ തന്നെ ഭൂരിഭാഗം ആൾക്കാരും കഴിഞ്ഞ് ഒരുപാട് സ്റ്റേഷനിലൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മളെ നേരത്തെ, അതായത് 2-ാമത്തെ പാട്ടിൽ കണ്ടാത്ര തിരക്കൊന്നും ഇനി ഉണ്ടാവില്ല. 10:52 ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇനി 557 കിലോമീറ്റർ ഉണ്ട് ദിബ്രുഗഡിലേക്ക്. ഇവിടെയാണ് യാർഡ്. ട്രെയിനുകളൊക്കെ വന്ന് നിർത്തിയിടുന്ന സ്ഥലം. നാഗാലാൻഡ് എക്സ്പ്രസ് ദിബ്രുഗഡ് ഗുവാഹട്ടി. ഗുവാഹത്തി NJP എക്സ്പ്രസ് ആണ് ഈ കാണുന്നത്. ഒരു പകൽ ഓടുന്ന ട്രെയിൻ ആയിരിക്കാം, അല്ല സ്ലീപ്പറും ഉണ്ടോ, അപ്പോൾ രാത്രി ആയിരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കുറച്ച് വൈകിപ്പോയി. ഇപ്പോൾ രാവിലത്തെ ഇതൊക്കെയാണ്. ബന്നുണ്ട്, കടലമിഠായി ഉണ്ട്, ബദാമുണ്ട്. പിന്നെ ട്രെയിനിൽ ഇന്നിനിപ്പം വേറെ പാൻട്രി ഫുഡൊന്നുമില്ല. പിന്നെ പുറത്ത് ഗുവാഹട്ടിയിൽ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കാമെന്ന് കരുതി, പക്ഷേ സ്റ്റേഷനിലൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ട്രെയിൻ യാത്രയിൽ, ദീർഘമായ ട്രെയിൻ യാത്രയിൽ നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ നോക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇതാണ് കഴിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങി. ഞങ്ങൾ പുറത്തിറങ്ങാൻ വൈകിയാണ്. കാരണം എന്താ അറിയോ, ഈ ആൾക്കാരെത്ര ഇറങ്ങാനുണ്ടായിരുന്നു. ഇനി അടുത്തത് ഹൊജയാണ്. ഈ പോകുന്നവരൊക്കെ നമ്മുടെ ബർത്തിന്റെ അവിടെ ഉണ്ടായിരുന്നവരാ. എല്ലാവരും ആലുവയിൽ നിന്ന് കയറിയവരായിരുന്നു. ആലുവ, പാലക്കാട് ഭാഗത്തുനിന്നൊക്കെ കയറിയവരാണ്. ഇവരൊക്കെ നമ്മുടെ നാട്ടില് പണിയെടുക്കുന്നവരാ. ഈ ഭാഗത്ത് സ്ലീപ്പറായിരുന്നു. സ്ലീപ്പർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയവരെ തിരക്കുണ്ട. സ്റ്റേഷൻ ഫുള്ളായി, ക്രൗഡായി. നല്ല കോച്ച് മുഴുവൻ ഇപ്പൊ കാലിയായി. ഞങ്ങളുടെ 1-ാമത്തെ പാർട്ടിൽ കണ്ട ആ ഒരു ചേട്ടനില്ലേ, നമ്മുടെ ഈ ചേട്ടൻ സെക്കൻഡ് AC-യിലാണ് ഇപ്പൊ ഇവിടത്തേക്ക് വന്നത്. ടോട്ടൽ എല്ലാം കാലിയാണല്ലോ. തിൻസുക്കിയിലാണ് ഇറങ്ങുന്നത് ചേട്ടൻ. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ ഇതില് വിവേക എക്സ്പ്രസില് ട്രാൻസ്ജെൻഡേഴ്സ് പൈസക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. നമ്മള് കണ്ടില്ലേ, എന്താണ് പറയാനില്ല അതിനെ കുറിച്ച്. പൈസ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കുന്നത്. നേരത്തെ
ഇവര് രണ്ടുപേരും ആ സൈഡ് ലോവറിന്റെ ഭാഗത്ത് ഇരിക്കുന്നത്, ഞാൻ ഈ ഭാഗത്താണ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ നേരത്തെ ഈ ജാഗീർ റോഡിൽ ഇറങ്ങുന്ന അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പൈസക്ക് വേണ്ടി നമ്മളെ അടുത്ത് വന്നു. അപ്പൊ പൈസ കൊടുക്കാത്തപ്പോ നേരത്തെ എന്നെ ഇവിടെ ഇങ്ങനെ പിടിക്കുക. അവരതൊക്കെ എനിക്ക് തലമുടി പിടിച്ചു എനിക്ക് അത്ര കിട്ടിയില്ല കേട്ടോ ഇത്തവണ. അവരാണ് തെറിയൊക്കെ പറയുന്നുണ്ട്, ആസാമീസിൽ തെറിയൊക്കെ പറയുന്നുണ്ട്. വല്ലാത്തൊരു അവസ്ഥയാണ്, എന്ത് ചെയ്യേണ്ടെന്ന് അറിയില്ല. നമ്മൾ ഈ ദീർഘമായ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ എപ്പോഴും നേരിടുന്ന ഒരു ഇനി അധികം ആൾക്കാർ കയറാനുണ്ടാവില്ല അല്ലേ? എനിക്ക് വണ്ടി ആൾമോസ്റ്റ് കാലിയായി. 100 km/h സ്പീഡിന് മുകളിലാണ് ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോജയ് റെയിൽവേ സ്റ്റേഷൻ എത്താനായി ഒരു 5 കിലോമീറ്റർ കൂടി ഉണ്ട്. 1:34 ട്രെയിൻ എങ്ങനെ ഹോജയ് സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഏതൊരു ട്രെയിൻ വരാനുണ്ട്. ഇവിടെ കാത്തിക്കുന്ന ആൾക്കാരെ കാണാം. അടുത്ത സ്റ്റേഷൻ ലംഡിങ് ആണ്. അവിടുന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഓൺലൈൻ വഴി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബർത്തിൽ കൊണ്ടുവരും. അതുപോലെ തന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ ഈ പൈസ ചോദിക്കാൻ വരുന്നവരില്ലേ, അവരിവിടെ വന്നേ ഉള്ളൂ. ഈ താടിക്കും ഇവിടെയൊക്കെ പിടിച്ച് പൈസ തന്നിട്ടില്ലെങ്കിൽ എന്തൊരു ഉപദ്രവമാണെന്ന് അറിയോ. 3rd AC പോരും. അപ്പോൾ സ്ലീപ്പറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് ഇതിനൊരു മാറ്റം വരാത്തത്? എത്ര ട്രെയിനുകളിൽ സെയിം അവസ്ഥ, ഒരു കാര്യമില്ല. ഈ ലോക്കോ നിൽക്കുന്ന റൂട്ട് കാണുന്നില്ലേ, അത് നേരെ സിൽച്ചർ അഗർത്തല ഭാഗത്തേക്ക് പോകുന്ന റൂട്ടാണ്. അതായത് ന്യൂ ഹഫ്ലോങ്, ബദർപൂരി. അരണോയ് എക്സ്പ്രസ് ഒക്കെ ഇവിടെ എത്തിയതിനു ശേഷം ലോക്കോ റിവേഴ്സിൽ ചെയ്ത് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അതായത് ലംഡിങ് ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2:14 ലംഡിങ് ജംഗ്ഷൻ. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ പോകുന്നത്. ലംഡിങ് ജംഗ്ഷൻ. ഇവിടെ ഇതാ WDG 4G ഡീസൽ ലോക്കോ ഷെഡ് റോസ. ഇവിടെ ആകെ 5 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ട്രെയിൻ ഇപ്പം തന്നെ എടുക്കും ഇവിടുന്ന്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ അസം ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തിരിച്ചു പോകുന്ന വഴി ലംഡിങ് റെയിൽവേ സ്റ്റേഷനിലാണ് രാത്രി താമസിച്ചത്. ഇവിടുത്തെ ഡോർമെട്രിയിൽ, ഒരു ഡോർമെട്രിയിൽ 3 ബെഡാണ് ഉണ്ടാവുക. ചീപ്പാണ് ഇവിടുത്തെ ഡോർമെട്രിൻ്റെ റേറ്റ്. 100 രൂപേൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുവഴി വരുവാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ലംഡിങ് ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്ന റൂട്ടും ഇനിയിപ്പോൾ പോകുന്ന ദീമാപൂർ റൂട്ടും മറ്റൊന്നുള്ള നേരെ ബദർപൂർ. അതായത് അർണോയ് എക്സ്പ്രസും ഈ വിവേക് എക്സ്പ്രസും ഇവിടം വരെ മാത്രമേ ഒരേ സമയത്ത് വരുന്നുള്ളൂ. പിന്നെ 2 വ്യത്യസ്തമായ റൂട്ടുകൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബദർപൂർ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് സിൽച്ചർ ആയാലും അഗർത്തലയൊക്കെ പോകാം. അതായത് മണിപ്പൂര്, ഈ പറഞ്ഞ മിസോറാം, ത്രിപുരയൊക്കെ പോകേണ്ടവർ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ ഇവിടുന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ 10 മിനിറ്റിന് കൂടുതൽ വണ്ടി നിർത്തി. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിലുള്ള ഒരു ഡിവിഷനാണ് ലംഡിങ്. അപ്പോൾ ലംഡിങ് ഡിവിഷൻ്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. നമ്മൾ ഇത്ര നേരം വന്നത് റംഗ്യ ഡിവിഷനായിരുന്നു. ദിബ്രുഗഡൊക്കെ വരുന്നത് ടിൻസുക്കിയ ഡിവിഷനാണ്. ഇവിടെ കാണുന്ന വണ്ടിയില്ലേ, ഫിറോസ്പൂരിൽ നിന്ന് അഗർത്തലയിലേക്ക് പോകുന്ന ത്രിപുര സുന്ദരി എക്സ്പ്രസ് ആണ്. ഇനിയിപ്പോൾ ഈ ട്രെയിൻ ഇവിടെ മുതൽ തന്നെ ബാങ്കർ ലോക്കോമോട്ടീവ് ഉണ്ടാവും. ത്രിപുര സുന്ദരി എക്സ്പ്രസ്. അതുപോലെ തന്നെ സിൽച്ചർ ബദർപൂർ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളൊക്കെ 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മാത്രമേ വരുള്ളൂ. ഇനിയിപ്പോൾ കോച്ചിലോട്ട് കയറാം. ഇവിടെയാണ് നമ്മുടെ ബർത്ത്. ഇത് നമ്മുടെ ഫുഡൊക്കെ ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ കഴിക്കാം. തിരക്കില്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇതിലൂടെ ഒരു റോഡൊക്കെ പോകുന്നുണ്ട്. വാങ്ങിച്ചത് ലച്ചാ പറാത്തയാണേ. 2 ലച്ചാ പറാത്ത. എനിക്ക് ലച്ചാ പറാത്ത നല്ല ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കറിയുണ്ട്. ഇത് സോയാബീനാണേ. ഇവിടെ കൂടുതലായിട്ട് നല്ല രീതിയിൽ തന്നെ സോയാബീൻ കിട്ടും. എനിക്ക് സോയാബീൻ പൊതുവെ ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ
ഇവിടെ ഒരു ചെറിയൊരു ന്യൂഡിൽസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വാങ്ങിച്ച ഭക്ഷണം. പിന്നെ കുറച്ച് സവാള കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കഴിച്ചു തീർക്കാം. നല്ല വിശപ്പ്. രാവിലെ പ്രത്യേകിച്ച് വേറെ ഒന്നും കഴിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. അതുപോലെ തന്നെ ഈ ഇതിന്റെ കാര്യം പറയുമ്പോൾ സോയാബീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ രാവിലെ പൂരിയൊക്കെ കഴിക്കുന്ന സമയത്ത് കൂടുതൽ കിട്ടുന്ന കറി ഇതാണ്. കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് ഇത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പാൻട്രി ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 2 പാട്ടിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പാൻട്രി ഫുഡ് കൊള്ളൂല, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് കഴിക്കാം. ട്രെയിൻ ഇപ്പോൾ ദിഫ് എന്നൊരു സ്ഥലത്തെത്തി. ഇവിടെയൊക്കെ വീടുകളാണ്, ഷീറ്റാണ് എല്ലാ വീടിനും. ഈ ദിഫു ഭാഗമൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. റേഞ്ചൊന്നുമില്ല, സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ദിഫു റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഈ താഴെ ഭാഗത്ത് ഈ കാണുന്നൊക്കെയാണ് വീടുകൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ഷീറ്റാണ്. റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് വീടുകൾ. അങ്ങനെ നാഗാലാൻഡിലെത്തി. ഇതൊരു സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് തൊട്ടടുത്തായി ദീമാപൂര്. സമയം വൈകുന്നേരം 3:55. നാഗാലാൻഡിലെ ഈ ട്രെയിനിൻ്റെ ഒരേയൊരു സ്റ്റോപ്പായ ദീമാപൂരിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ട്രെയിന് 7 മിനിറ്റാണ് സ്റ്റോപ്പ്. നാഗാലാൻഡ് ക്യാപിറ്റലായ കോഹിമയിലേക്ക് ഇവിടുന്ന് 70 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ദിബ്രുഗഡ്, ലാൽഗഡ്, അവധ് ആസാം ഇപ്പോൾ ഇവിടെ വരാനുണ്ട്. മിക്കവാറും അത് വന്നിട്ടേ നമ്മുടെ വണ്ടി എടുക്കാനൊരു ചാൻസ് ഉള്ളൂ. നമ്മളെ വണ്ടി വന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. അതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇനി ഈ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല പട്ടിയിറച്ചിയൊക്കെ കിട്ടും. നവി, ദീമാപൂർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പട്ടിയിറച്ചി കിട്ടും. നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവൂലേ, നമ്മൾ ഇതുവരെ ദീമാപൂരിന്റെ പുറത്തേക്കൊന്നും പോയിട്ടില്ല. വരുന്നുണ്ട്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു സീരീസിൽ എന്തായാലും ദീമാപൂരിന്റെ കാഴ്ചകളൊക്കെ എന്തായാലും വരും. എന്തായാലും നമ്മളിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ വെയിറ്റിംഗ് ആണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ വിവേക് എക്സ്പ്രസ് ഇല്ലേ, ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിനാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ലോകത്തിന്റെ പട്ടികയിൽ 24ാമത്തെ സ്ഥാനമാണ് ഈ എക്സ്പ്രസിനുള്ളത്. അതുപോലെ തന്നെ 4000 കിലോമീറ്ററിന്റെ മുകളിലോടുന്ന ഒരേ ഒരു ട്രെയിനാണ് രാജ്യത്ത്. വേറൊരു ട്രെയിൻ കൂടി ഇല്ല. 4153 കിലോമീറ്റർ ആണ് ഓടുന്നത്. രണ്ടാമത് വരുന്നത് നമ്മുടെ സിൽച്ചർ ആർണോയ്, തിരുവനന്തപുരത്ത് പുറപ്പെടുന്നത് 3915 കിലോമീറ്റർ ആണ് അത് വരുന്നത്. അതുപോലെ തന്നെ മൂന്നാമത് വരുന്ന വണ്ടി കന്യാകുമാരിയിൽ നിന്ന് ശ്രീമാതാ വൈഷ്ണോദേവി കട്ടറിലേക്ക് പോകുന്ന ഹിമസാഗർ, അത് 3758 കിലോമീറ്റർ വരുന്നത്. പിന്നെ നാലാമത് നവയുഗ എക്സ്പ്രസ്, അതായത് തിരുനെൽവേലിയിൽ നിന്ന് കട്ടറയിൽ പോകുന്നത്. അഞ്ചാമത് വരുന്നത് ടിൻഷുക്കയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന വണ്ടി. അങ്ങനെ അതിൻ്റെ ലിസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ വിവേക് എന്ന് പറയുന്ന ഒരു പേര് എന്ന് പറയുക നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ അതിൽ നിന്നാണ് കിട്ടിയത്. വിവേക് ഇത് മാത്രമല്ല, മറ്റ് 3 ട്രെയിനുകൾ കൂടിയുണ്ട്. ആ പേര് കിട്ടാനുള്ള കാരണം എന്ന് വെച്ചാൽ വിവേകാനന്ദൻ്റെ 130ാം ജന്മ വാർഷികത്തോടനുബന്ധിച്ച് 2013 ഈ ഒരു പേര് നൽകിയത്. മറ്റ് 3 ട്രെയിനുകൾ എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത സാന്ദ്രകാച്ചിയിൽ നിന്ന് മംഗലാപുരം പോകുന്ന വണ്ടി, പിന്നെ അതുപോലെ മുംബൈ ബാന്ദ്ര ടെർമിനസിൽ നിന്ന് ജമ്മു താവി പോകുന്ന വണ്ടി, മറ്റൊരു മൂന്നാമത് വരുന്ന ഒരു വണ്ടി എന്ന് വെച്ചാൽ ഓക്കേന്ന് തൂത്തുക്കുടി പോകുന്ന വണ്ടി. ഈ വണ്ടി കൂടെ കൂടുമ്പോൾ 4 അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വണ്ടി തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസിൻ്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ 1ാമത്തെ ഭാഗത്തിൽ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുള്ളതാണ്. കാല് കുത്താനുള്ള ഒരു ഇടമുണ്ടായില്ല. കാരണം എങ്ങനെയോ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അതായത് നിങ്ങളിപ്പോൾ നാഗാലാൻഡിലേക്കും അതുപോലെ നോർത്ത് ഈസ്റ്റിന് ഏത് ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ സ്ലീപ്പർ ഒഴിവാക്കുക. മാക്സിമം എന്താ പറയുക, AC എടുക്കാൻ ശ്രമിക്കുക. സെക്കൻഡ് AC ആണ് കുറച്ചുകൂടെ നല്ലത്. ദിബ്രുഗഡ്, ലാൽഗഡ്, അവധ് ആസാം എക്സ്പ്രസ്. ഞങ്ങൾ ഈ ട്രെയിനിൽ ഫുൾ ജേർണി ചെയ്തിട്ടുണ്ട്.
ലാൽഗഡിൽ നിന്ന് ദിബ്രുഗഡ് വരെ തേർഡ് AC യിലാണ് യാത്ര ചെയ്തത്. ഇതിൻ്റെ സ്ലീപ്പറും ജനറലൊക്കെ ഒന്ന് തന്നെയാണ്. കുറച്ച് ഗുവാഹട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നല്ല റഷ് ആയിക്കോളും. അങ്ങനെ ദീമാപൂരിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇവിടെ ഫ്ലാഗ് ഇതാ ഇവിടെ. അതിൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ വാങ്ങിക്കായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഒരു കട പോലും ഇല്ല. അങ്ങനെ ദീമാപൂര് കഴിഞ്ഞു. ട്രെയിൻ ഇപ്പോൾ ഒരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണേ. ഇവിടെ നിലവിൽ ഈ വണ്ടിക്ക് സ്റ്റോപ്പൊന്നുമില്ല. ജൊറാട്ടെന്ന് ഗുവാഹത്തിയിലേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകും. ഇത് സിംഗിൾ ട്രാക്ക് ആണല്ലോ, അതുകൊണ്ട് എന്തായാലും ക്രോസിംഗ് ഉണ്ടാവും. ട്രെയിൻ ഇപ്പോൾ ഫർക്കറ്റിംഗ് ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. 5:26 ഇവിടുന്ന് ജോർഹട്ടിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ജംഗ്ഷൻ വന്നത്. ഇവിടെ പെട്ടെന്ന് തന്നെ ഇരുട്ട് വരും. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ എല്ലാ ഭാഗവും ഇങ്ങനെ തന്നെയാണ്. സമയം 6:08. മറിയാണി ജംഗ്ഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് ജോർഹട്ടിലേക്ക് ഒരു ലൈൻ പോകുന്നുണ്ട്. ഈ ഭാഗമൊക്കെ ഇപ്പം ക്ലീൻ ആക്കിയതേ ഉള്ളൂ. പല ബെർത്തിൻ്റെ അടിയിൽ നിന്നുണ്ടല്ലോ മദ്യക്കുപ്പികളാണ് കിട്ടിയത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലത്തെ മദ്യക്കുപ്പികൾ. സംഭവം കോമഡിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എടുത്തു പോകുമല്ലോ, നോക്കുമ്പോൾ അതിന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. പിന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ എല്ലാം അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് കയറി. കാരണം ട്രെയിൻ യാത്രക്കിടയിൽ ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഫുള്ള് വെള്ളടിയൊക്കെയാണ് ഈ ഇതിൽ നടക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഞങ്ങളൊരു ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ തന്നെ വാങ്ങിക്കൊണ്ടുവന്നതാണ്. 6:30 സമയം. എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കേണ്ട സമയമായല്ലോ, എന്നാൽ പിന്നെ ഇത് കഴിച്ചേക്കാന്ന് കരുതി. 7:22 ട്രെയിൻ ഇതാ സിമലഗുഡി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് നമ്മുടെ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് വേറെ റൂട്ട് പോകുന്നുണ്ട്. അതായത് ദിബ്രുഗഡിലേക്ക് തന്നെ നമുക്ക് സിപ്സാഗർ വഴി പോകാൻ വേണ്ടി പറ്റും. അതായത് ഇവിടുന്ന് ദിബ്രുഗഡിലേക്ക് സിപ്സാഗർ വഴി 94 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പോകുന്നത് ന്യൂ തിൻസുക്കിയ വഴിയാണല്ലോ, അത് 144 കിലോമീറ്റർ, അതായത് 50 കിലോമീറ്റർ കൂടുതലാണ് നമ്മൾ പോകുന്ന റൂട്ട്. അതായത് കുറച്ച് കൂടുതൽ സമയം ഓടണമെന്ന് മാത്രമേ ഉള്ളൂ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ആണിത്. അനൗൺസ്മെന്റ് കേൾക്കുന്നില്ലേ? SLGR എന്നാണ് ആ സ്റ്റേഷന്റെ കോഡ്. പോകുമ്പോൾ പിന്നെ തുറന്നു പോകും, പിന്നെ തിരിച്ചു വരുമ്പോൾ ഫ്ലുവന്റ് ആയിട്ട് തന്നെ മലയാളം പിന്നെ എന്താ പ്രശ്നം, ഈ ജനറൽ ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്. ഓല് ബാത്റൂം യൂസ് ചെയ്യാൻ അറിയില്ല. ഓല് ഒരു ബാത്റൂം അങ്ങനെ പോകും, ഫ്ലഷ് അടിച്ചാൽ അറിയില്ല. അതാണ് മെയിൻ പ്രശ്നം. പേര് പറ. എന്റെ പേര് രാഹുൽ അഹമ്മദ്. എവിടെയാണ് വീട്? വീട് ആസാം ഗുവാഹട്ടി. എങ്ങനെയാണ് ഇങ്ങനെ മലയാളം പഠിക്കാൻ കാരണം? ഞാന് മലപ്പുറത്ത്, കേരളം മലപ്പുറത്ത് ഒരു 8-9 കൊല്ലായി അവിടെ ജോലിയായിട്ട്. നമ്മള് നേരത്തെ കണ്ട സമയത്തുണ്ടല്ലോ, നമ്മളോട് ഇങ്ങോട്ട് നിന്ന് ചോദിച്ചാണ് ഫ്ലുവന്റ് ആയിട്ട് മലയാളം മാറുന്നത്. ഞാൻ പെട്ടെന്നുണ്ടല്ലോ ഇത് മലയാളം കേട്ടപ്പോ മലയാളിയാണെന്ന് തെറ്റിദ്ധരിച്ചു. മലയാളിനെ കേട്ട് നല്ല രീതിയിൽ മലയാളം പറയട്ടെ. ഈ ആസാമും കേരളവും തമ്മിൽ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടല്ലേ. ഒരുപാട് ആൾക്കാർ പഠിക്കെല്ലാം പോകുന്നുണ്ടല്ലോ. എല്ലാവർക്കും മലയാളി കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. എനിക്ക് ഒരു ഇപ്പൊ നാട്ടിൽ അത്ര ഫ്രണ്ട്സ് ഇല്ല, കേരളത്തിൽ അത്ര ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ ഞാൻ എനിക്ക് കേരളത്തിൽ നിന്നാലും 10 കൊല്ലം 15 കൊല്ലം നിന്നാലും എനിക്കൊരു പ്രശ്നമില്ല. അതാണ് അങ്ങോട്ട് ഇപ്പൊ ഒരു കമ്പനിക്കാരില്ല. അവിടെ നിന്നൊക്കെ കൂടുതല് കേരളത്തില് മലപ്പുറത്ത് അവിടെ കുറെ കമ്പനിക്കാരുണ്ട്. ഇപ്പൊ ഒരു 6 മണിക്കൂറായിട്ടുള്ളൂ വിളിച്ച്. അവിടെ ദുബായി പോകും, അടുത്ത മാസമൊക്കെ ദുബായി പോകും. അതാണ് ഒരു ബന്ധം എന്ന് പറയുന്നത്.
ട്രെയിൻ ഇപ്പോൾ നഹർഘട്ടിയ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ഈ ട്രെയിനിലെ ഇത് ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ്. ഇന്നൊരു ബുധനാഴ്ച ദിവസമാണ്. ഇത് ഇനി ശനിയാഴ്ച മാത്രമേ കന്യാകുമാരി എത്തുള്ളൂ. ഇങ്ങനെ ഡെയിലി വണ്ടി ഓടണ്ടല്ലേ, എത്ര കിലോമീറ്റർ. അങ്ങനെ 2 വിവേക് എക്സ്പ്രസ്സിനെ ഇതാ കണ്ടുപിട്ടിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ ടിൻസൂക്കിയയിലെത്തി. റെയിൽ ട്രാക്കും റോഡും ഒരേപോലെയാണ്. ഒമ്പത് 40 ട്രെയിൻ ഇതാ ന്യൂ ടിൻസൂക്കിയ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. അവിടെ ഇപ്പോൾ ദിബ്രുഗഡ് ന്യൂഡൽഹി രാജധാനി വരും. അത് വരുന്നതുകൊണ്ടാണ് നമ്മൾ ട്രെയിൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. 21:42 ഇവിടെ 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. 42 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് ദിബ്രുഗഡിലേക്ക്. വിവേക് എക്സ്പ്രസ്സിലെ കന്യാകുമാരി മുതൽ ഇവിടെ ഇപ്പോൾ ടിൻസൂക്കിയ വരെ യാത്ര ചെയ്തല്ലോ. അടുത്ത സ്റ്റേഷനിലാണ് നമുക്കിനിപ്പോൾ ഇറങ്ങാനുള്ളത്, ദിബ്രുഗഡ്. ഇതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് തന്നെ സേഫ്റ്റി പറയണം. വലിയ സേഫ്റ്റി ഒന്നും ഇല്ലാത്തൊരു ട്രെയിനാണ്. ആദ്യം തന്നെ പറയാം, ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ശല്യമാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊന്നുള്ളത് വൃത്തി. കൂടുതലും നമ്മൾ വൃത്തി നോക്കുന്നവരാണല്ലോ. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ട്രെയിൻ ഒരിക്കലും തിരഞ്ഞെടുക്കേണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്. ടോയ്ലറ്റ് ആയാലും വാഷ് ഏരിയൻ്റെ ഭാഗമായാലും ഒരു വൃത്തിയില്ലാത്ത ഒരു സംഭവമാണ്. പിന്നെ പാൻട്രി ഫുഡിൻ്റെ കാര്യം, ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു കുപ്പി വെള്ളം പോലും വാങ്ങിച്ച് കുടിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം അടുത്ത സ്റ്റേഷനായ ദിബ്രുഗഡിൽ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഈ ഭാഗത്ത് നേരത്തെ ഇരുന്നവരൊക്കെ കുറച്ച് വേസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഇനിയിപ്പം വൈകാതെ തന്നെ ക്ലീൻ ചെയ്യും. 3 രാത്രിയും ഞങ്ങളിതാ ഞങ്ങളുടെ ബാഗ് വെച്ച് പുറത്തേക്ക് ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ ഞങ്ങളിതാ ബാഗിൽ ഇവിടെ ചെയിനൊക്കെ കെട്ടിയിട്ടാണ് പോയത്. നല്ല രീതിയിൽ സെക്യൂർഡായിട്ടാണ്. കാരണം ഇത് ചെറിയൊരു നമ്മുടെയും കൂടെ ഒരു സേഫ്റ്റി നോക്കണമല്ലോ. കാരണം ഇത് വെച്ചിട്ട് പലരും പറയും ഇതൊക്കെ കട്ട് ചെയ്ത് പോയിക്കൂടെ എന്ന്. അങ്ങനെ പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മളെന്തായാലും നമുക്കൊരു പരിധി വരെ തടയാം. പെട്ടെന്നൊന്നും ഒരാൾക്ക് ബാഗ് എടുത്തുകൊണ്ട് പോകാൻ പറ്റൂലല്ലോ. അപ്പം ഈ 2 അപ്പുറപ്പുറത്ത്, അതായത് 46ഉം 43 എന്ന ഈ 2 അപ്പുറപ്പുറത്താണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ദിബ്രുഗഡ് ഏകദേശം ട്രെയിൻ എത്താനായി. നല്ലൊരു കോച്ച് തന്നെയായിരുന്നു ഇത്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നും 4153 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ അസാമിലെ ദിബ്രുഗഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം രാത്രി 10:32. ഞായറാഴ്ച വൈകുന്നേരം കയറിയതാണ്. ഇന്ന് ബുധനാഴ്ചയായി. ഇത്രയും ദിവസം ഈ ട്രെയിനിൽ തന്നെയായിരുന്നു. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ദിബ്രുഗഡ്. അങ്ങനെ വലിയൊരു ട്രെയിൻ യാത്രയാണ് നമ്മൾ നടത്തിയത്. വിവേക് എക്സ്പ്രസ് ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും ദൂരത്തിലോടുന്ന ആ ട്രെയിനിൽ മുഴുവൻ യാത്ര ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ 1, 2, 3 അല്ലേ നവി, നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയല്ലേ? ചെയ്തു. ഈ ട്രെയിനിൽ നമ്മൾ 77 മണിക്കൂറാണ് യാത്ര ചെയ്ത്. സത്യം പറഞ്ഞാൽ 2 വർഷം മുന്നേ ഞങ്ങൾ 100 മണിക്കൂറാണ് അന്ന് ചെയ്തത്. അന്ന് 74 മണിക്കൂർ പ്ലസ് 26 മണിക്കൂർ ലേറ്റ് അടക്കം. പക്ഷെ അതിൻ്റെ ഒരു വൈബ് അല്ലവന് ഇന്നത്തെ യാത്രയിൽ ഇല്ല. ഇനിയിപ്പോൾ നേരെ നമുക്ക് സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. എല്ലാവരും ഇറങ്ങിപ്പോയി. ഞങ്ങൾ ആ നെയിം ബോർഡിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയല്ലോ. നല്ല തണുപ്പുണ്ട് ഇവിടെ. ദിബ്രുഗഡ്. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ തന്നെയാണ് റിട്ടയറിംഗ് റൂമൊക്കെ ഉള്ളത്. ദിബ്രുഗഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളൊരു 2 വർഷങ്ങൾക്ക് മുന്നേ വന്നപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ സമയത്ത് ഇവിടെ ഇതാ ഫോട്ടോകളൊക്കെ ഉണ്ട്. ടൗൺ ഭാഗത്തേക്ക് ഇവിടുന്ന് ഒരു 8 കിലോമീറ്ററിൻ്റെ മുകളിൽ ദൂരമുണ്ട്. പിന്നെ ഈ സ്റ്റേഷൻ്റെ പുറത്തെ ഈ ബിൽഡിങ്ങിൽ തന്നെ നല്ലൊരു ആർട്ടൊക്കെ ഉണ്ട്. കണ്ടതാ. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ ആസാമിലെ ദിബ്രുഗഡിൽ എത്തിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ 1-ാമത്തെ പാർട്ടും 2-ാമത്തെ പാർട്ടും കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക. ഞങ്ങൾ 2-ാമത്തെ തവണയാണ് വിവേക് എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്നത്. അതായത് നമ്മൾ 2 വർഷം മുന്നേ ഇവിടുന്ന് ദിബ്രുഗഡിൽ നിന്ന് കന്യാകുമാരി വരും, അതുപോലെ തന്നെ കന്യാകുമാരി തിരിച്ചു വരും. 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലോങ്ങസ്റ്റ് ട്രെയിൻ യാത്ര ചെയ്യാൻ പറ്റി.
എന്താ പറയാ വളരെയധികം അപൂർവമായിട്ടുള്ള ഒരു എന്താ പറയുക നമ്മുടെ ലൈഫിൽ ഇതൊന്നും മറക്കാൻ പറ്റില്ല കേട്ടോ ഒരിക്കലും. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒന്നാമത് യാത്രേന്റെ അടുത്ത് ഇത് വരില്ല കാരണം ഞങ്ങൾ കുറച്ച് ആദ്യമായിട്ടായിരുന്നു അങ്ങനെ കയറുന്നത് ലോങ്സ്റ്റ് ഒക്കെ അതിലത്തെ ഒരു എക്സ്പീരിയൻസ് എന്താ രീതിയിൽ കിട്ടണമെന്നില്ലല്ലോ. അത് 26 മണിക്കൂറങ്ങാണ്ട് ഡിലേ ആയിട്ടല്ലേ അവിടെ എത്തിയത്. ടോട്ടലി 100 മണിക്കൂർ അത് അതിന്റെ അത്ര ഈ റെക്കോർഡ് എന്തായാലും എത്തൂല. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയിൽ മൊത്തം പണിക്കാരാണ് കേട്ടോ കൂടുതലായിട്ട് ഉള്ളത് തന്നെ. അപ്പൊ എന്താ പറയാ വിവേക് എക്സ്പ്രസിന്റെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.